ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടാവുന്നത് ടെൻസുകളാണ്. ഈ ബുദ്ധിമുട്ടിനുള്ള ഒരു ഒറ്റമൂലിയാണ് ഈ ഒരു വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിൽ പ്രധാനമായും 12 ടെൻസുകളാണുള്ളത്. ഇതെല്ലാം നമുക്ക് ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ നോക്കാം. ഓരോന്നും കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് മനസ്സിലാക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് ടെൻസസ്? കാലങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുക. ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം. അതായത് പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ആകെ 12 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞു. ഇതെല്ലാം നമുക്ക് ഒരു ട്രീ സ്ട്രക്ചറിൽ ഓർത്തു വയ്ക്കാം. ടെൻസസ് എന്ന അപ്പൂപ്പന് 3 മക്കളുണ്ടായിരുന്നു. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഇനി മക്കളുടെ പേര് പറയുമ്പോൾ പാരൻറ്റിൻ്റെ പേരും കൂടെ ചേർത്ത് പറയുമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇപ്പോൾ 3 മക്കളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഓരോ മക്കൾക്കും 4 മക്കൾ വീതം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പേര് സെയിം തന്നെയാണ്. 4 മക്കളുടെയും പേരുകൾ ഇങ്ങനെയാണ്: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി അവരെ തിരിച്ചറിയാൻ വേണ്ടി അവരുടെ പേരിനൊപ്പം അവരുടെ അച്ഛൻ്റെ പേരും കൂടി ചേർത്ത് പറയാമല്ലോ. അപ്പോൾ നമുക്ക് പാസ്റ്റിൻ്റെ മക്കളെ എങ്ങനെ വിളിക്കാം? സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതുപോലെ പ്രസൻറ്റിൻ്റെ മക്കളുടെ പേരും ഇതുപോലെ തന്നെ നമുക്ക് പറയാം. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതുപോലെ ഫ്യൂച്ചറിൻ്റെ മക്കളാണ് സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ടെൻസസ് അപ്പൂപ്പൻ്റെ ആദ്യത്തെ മകനാണ് പാസ്റ്റ് ടെൻസ്. അദ്ദേഹം കഴിഞ്ഞു പോയ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അതായത് ഭൂതകാലം മാത്രം പറയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പാസ്റ്റിൻ്റെ 4 മക്കളും കഴിഞ്ഞു പോയ കാര്യങ്ങൾ മാത്രമേ പറയൂ. രണ്ടാമത്തെ മകനായിട്ടുള്ള പ്രസൻറ്റ് ടെൻസ് ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ 4 മക്കളും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, വർത്തമാന കാലത്തിലാണ് കാര്യങ്ങൾ സംസാരിക്കുക. അതുപോലെ ഫ്യൂച്ചർ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ 4 മക്കളും ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും സംസാരിക്കുക. ടെൻസസ് അപ്പൂപ്പൻ്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള പ്രസൻറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതിൽ തന്നെ ആദ്യത്തെ മകനാണ് സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എന്താണ് സിമ്പിൾ പ്രസൻറ്റ്? ഏത് സാഹചര്യങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്? നമ്മൾ പ്രധാനമായും സിമ്പിൾ പ്രസൻറ്റിൽ പറയുന്ന കാര്യങ്ങൾ ഹാബിറ്റ്സ്, റൊട്ടീൻസ്, ഫാക്ട്സ് എന്നിവയൊക്കെയാണ്. എന്ന് വെച്ചാൽ ശീലങ്ങൾ, പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പൊതുവായ യാഥാർത്ഥ്യങ്ങൾ, ഇവയൊക്കെ പറയാനാണ് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റിൽ പറയുന്ന സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ജനറൽ ഫോം എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ സബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സബ്ജക്ട്സ് ആയിട്ട് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ നെയിംസും ആവാം. അരുൺ, അമൽ, അനീഷ എന്നിങ്ങനെയൊക്കെ ആവാം. ഈ സബ്ജക്റ്റുകളെ നമ്മൾ സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും ഡിവൈഡ് ചെയ്യുകയാണ്. ഇതിൽ ഐ, യു, വി, ദേ എന്നിങ്ങനെയൊക്കെ പറയുന്നത് പ്ലൂറലാണ്, ബഹുവചനമാണ്. ഐ ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഐ എന്നുള്ളത് പ്ലൂറലായിട്ടാണ് കണക്കാക്കുന്നത്. സബ്ജക്റ്റ് പ്ലൂറലാണ് എന്നുണ്ടെങ്കിൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് സെൻറ്റൻസിൽ ചേർക്കേണ്ടത്. ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്ക്, റൈറ്റ്, തിങ്ക്, ഡാൻസ് എന്നിങ്ങനെ പറയുന്നതാണ് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് അല്ലെങ്കിൽ V1 എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വാക്ക്, യു വാക്ക്, വി വാക്ക്, ദേ വാക്ക് എന്നിങ്ങനെയാണ് പറയേണ്ടത്. എന്നാൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് ഏകവചനമാണെങ്കിൽ, വെർബിൻ്റെ കൂടെ എസ് ഓർ ES എന്ന് ചേർത്ത് പറയണം. ഓക്കെ, കുട്ടികൾക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇങ്ങനെ പറയാം. പ്ലൂറൽ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് എന്നാണല്ലോ അർത്ഥം. ഐ എന്നുള്ളത് ഇതിൽ പെടുത്തണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തനിച്ച് നിൽക്കാനായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൂട്ടാവശ്യമില്ല അല്ലേ? ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്ട്രോങ് ആണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എസിൻ്റെയോ ESൻ്റെയോ കൂട്ട് ആവശ്യമില്ല. വെർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രം ചേർത്താൽ മതിയാകും. ഇനി സിംഗുലർ സബ്ജക്റ്റാണ് ഉള്ളത്, അതായത് ഹി, ഷീ, ഇറ്റ് ഇതൊക്കെ വരികയാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് കൂട്ടിന് നമുക്ക് എസ് അല്ലെങ്കിൽ ES ചേർക്കേണ്ടി വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഹി വാക്സ്, ഷീ വാക്സ്,
ഇറ്റ് വാക്സ് എന്നിങ്ങനെ പറയാം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ഗോ എന്നാണ്. യു ഗോ, വി ഗോ, ദേ ഗോ. ഐ പ്ലേ, യു പ്ലേ, വി പ്ലേ, ദേ പ്ലേ. ഐ ആണെങ്കിൽ ഐ റൈറ്റ്, യു റൈറ്റ്, വി റൈറ്റ്, ദേ റൈറ്റ്. സബ്ജക്റ്റ് സിംഗുലറും വെർബ് ഗോ എന്നുമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഗോയുടെ കൂടെ ES ചേർത്ത് ഗോസ് എന്നാക്കി മാറ്റണം. ഹി ഗോസ്, ഷീ ഗോസ്, ഇറ്റ് ഗോസ് എന്നാണ് പറയേണ്ടത്. ഇനി ഹി പ്ലേസ്, ഷീ പ്ലേസ്, ഇറ്റ് പ്ലേസ്. ഹി റൈറ്റ്സ്, ഷീ റൈറ്റ്സ്, ഇറ്റ് റൈറ്റ്സ്. ഹാബിറ്റ്സ്, റുട്ടീൻസ് ഇതൊക്കെ പറയാൻ വേണ്ടി സിമ്പിൾ പ്രസൻറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ നോക്കൂ, ഐ വാക്ക് എവ്രി ഡേ. ഞാൻ എല്ലാ ദിവസവും നടക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസൻറ്റിലാണ് പറയേണ്ടത്. യു വാക്ക് എവ്രി ഡേ, വി വാക്ക് എവ്രി ഡേ, ദേ വാക്ക് എവ്രി ഡേ. ഇതിൽ സബ്ജക്ട്സ് സിംഗുലർ ആണ്. ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹി വോക്സ് എവ്രി ഡേ, ഷീ വോക്സ് എവ്രി ഡേ, ഇറ്റ് വോക്സ് എവ്രി ഡേ. കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. ഐ ഡ്രിങ്ക് ടീ എവ്രി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ ഞാൻ ചായ കുടിക്കുന്നു. ഷീ ഗോസ് ടു ദി പാർക്ക് ഓൺ സൺഡേയ്സ്. എല്ലാ സൺഡേയ്സിലും അവൾ പാർക്കിലേക്ക് പോകുന്നു. സീന വർക്ക്സ് ആസ് എ ടീച്ചർ. സീന ഒരു ടീച്ചറായി ജോലി ചെയ്യുന്നു. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. അതൊരു പൊതുതത്വമാണ്. എന്നേക്കും അങ്ങനെ, എന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റിലാണ് പറയേണ്ടത്. പ്രസൻറ്റും പാസ്റ്റും കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാസ്റ്റ് ടെൻസിൽ ആദ്യത്തേതായിട്ട് വരുന്നത് സിമ്പിൾ പാസ്റ്റാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിന് ശേഷം സിമ്പിൾ പാസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. സിമ്പിൾ പാസ്റ്റിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ സെക്കൻഡ് ഫോം പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. സബ്ജക്റ്റ് എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി വെർബിൻ്റെ സെക്കൻഡ് ഫോം എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ, വോക്ക് എന്നാണ് വെർബെങ്കിൽ സെക്കൻഡ് ഫോം വോക്ഡ്, തേർഡ് ഫോം വോക്ഡ് തന്നെയാണ്. അപ്പോൾ വെർബിന് പ്രധാനമായും 3 ഫോമുകളാണ് ഉള്ളത്. റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, റോട്ട്, റിട്ടൺ എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി ഒന്നുകൂടെ കുറച്ച് എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഗിവിൻ്റെ സെക്കൻഡ് ഫോം ഗേവ് എന്നതാണ്. റൺ, റാൻ, സീ, സോ. അപ്പോൾ സെക്കൻഡ് ഫോമാണ് ഇവിടെ വേണ്ടത്. ഇനി എപ്പോഴാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്? ദ ആക്ഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. അതായത് മുൻപ് സംഭവിച്ച് കഴിഞ്ഞ കംപ്ലീറ്റായ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ്, ഐ വാക്ക്ഡ് ലാസ്റ്റ് നൈറ്റ്. ഇവിടെ വെർബിൻ്റെ സെക്കൻഡ് ഫോം വാക്ക്ഡ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് സിമ്പിൾ പാസ്റ്റ് ആണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കീവേഡാണ് ലാസ്റ്റ് നൈറ്റ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി, കഴിഞ്ഞ രാത്രിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഷീ ഡാൻസ്ഡ് വെൽ യെസ്റ്റർഡേ. ഡാൻസ്ഡ് എന്നുള്ള സെക്കൻഡ് ഫോമാണ്. യെസ്റ്റർഡേ എന്ന് കാണുമ്പോൾ അറിയാം ഇത് കഴിഞ്ഞ കാര്യമാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ആക്ഷനാണ്. ഹി വാഷ്ഡ് ഹിസ് കാർ ലാസ്റ്റ് നൈറ്റ്. അവൻ അവൻ്റെ കാർ ഇന്നലെ രാത്രി അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി കഴുകി. ഇത് വാഷ്ഡ് എന്ന സെക്കൻഡ് ഫോം ഓഫ് ദി വെർബാണ്. ദെൻ ലാസ്റ്റ് നൈറ്റ് എന്നുള്ളതാണ്. ഇത് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നത്. സിമ്പിൾ പാസ്റ്റിൽ പ്രസൻറ്റിലേതുപോലെ സബ്ജക്റ്റിനനുസരിച്ച് വെർബിൽ ഒന്നും ചേർക്കേണ്ടതില്ല. അത് സബ്ജക്റ്റ് ഏത് തന്നെ ആയാലും വെർബിൻ്റെ സെക്കൻഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത് നമ്മൾ വീണ്ടും പ്രസൻറ്റിലേക്ക് തിരിച്ചു പോവുകയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രസൻറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഫോമാറ്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. സബ്ജക്റ്റിൻ്റെ കൂടെ ആം ഓർ ഈസ് ഓർ ആർ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സബ്ജക്റ്റ് ഐ ആണെങ്കിൽ കൂടെ ആം എന്നും, സിംഗുലർ സബ്ജക്റ്റായി വന്നാൽ അതായത് ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും നെയിം ഇങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ ഈസുമാണ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ അതായത് യു, വി, ദേ അല്ലെങ്കിൽ 2 അതിലധികമോ വ്യക്തികളുടെ പേരുകൾ ഇങ്ങനെ എന്തെങ്കിലുമാണ് വരുന്നതെങ്കിൽ കൂടെ ആർ എന്നുമാണ് ഉപയോഗിക്കേണ്ടത്.
ഈ ടെൻസ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ്. അതായത് ആക്ഷൻസ് ഹാപ്പനിങ് നൗ, ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഐ എം വാക്കിംഗ് റൈറ്റ് നൗ, ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്, പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്, അവർ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ ഗാർഡൻ, അവൾ ഗാർഡനിൽ നിൽക്കുകയാണ്. ഇവിടെ സബ്ജക്റ്റ് ഐ ആകുമ്പോൾ ആം വന്നു, വെർബ് ing ഫോമിലും വന്നു. ദേ ആർ പ്ലേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ing ഫോം ഓഫ് ദി വെർബ്, പ്ലേയുടെ ing ഫോമാണ് പ്ലേയിങ്. മുൻപേ തുടങ്ങിയ ഒരു ആക്ഷൻ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ടെൻസിൽ കാണിക്കുന്നത്. ദേ ആർ പ്ലേയിങ് ഇൻ ദ പാർക്ക്, കളിക്കാൻ തുടങ്ങിയത് കുറേ മുൻപേ ആണ്, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ടെമ്പററി ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാനും പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു കാര്യം ഇപ്പോൾ നടക്കുന്നു എന്ന് മാത്രമല്ല, ഇടയ്ക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനും പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. ഒരു എക്സാമ്പിൾ നോക്കാം. അമൽ ഈസ് ലേണിംഗ് ടു പ്ലേ ദ പിയാനോ, അമൽ പിയാനോ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിയാനോ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, പിയാനോ വായിക്കാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, പല ദിവസങ്ങളിലോ സമയങ്ങളിലോ ആയിട്ടായിരിക്കും ക്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ടാവുക. ഇത് തുടർന്ന് പോരുന്നു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കുറച്ച് നാളുകൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനും പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. അമൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് അമൽ ഈസ് ലേണിംഗ് ടു പ്ലേ പിയാനോ എന്ന് പറയാം, അല്ലേ? അതുപോലെ ഇപ്പോൾ മുൻപ് പഠിക്കാൻ തുടങ്ങി, ഇപ്പോഴും പഠനം തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ്. മുൻപ് ഒരു കാര്യം തുടർച്ചയായി നടന്നിരുന്നു എന്ന് പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ ഫോമാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് ഇൻ ദ ing ഫോം. ഇവിടെ സബ്ജക്റ്റിന് ശേഷം വാസ് ഓർ വേർ എന്ന് ചേർക്കണം. എങ്ങനെയാണ് വാസ് ആണോ വേർ ആണോ ചേർക്കേണ്ടതെന്ന് തീരുമാനിക്കുക. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് ഐ, ഹി, ഷീ, ഇറ്റ്, ഇതിൽ ഐ എന്നുള്ളത് സിംഗുലറിൻ്റെ കൂട്ടത്തിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് വോസ് എന്നാണ്. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, അതായത് യു, വി, ദേ എന്നൊക്കെയാണ് വരുന്നത് എങ്കിൽ വേർ എന്നുമാണ് ചേർക്കേണ്ടത്. എക്സാമ്പിൾ നോക്കാം. ഐ വാസ് വാക്കിംഗ് ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഷി വാസ് പ്ലേയിങ് ഇൻ ദ പാർക്ക് ലാസ്റ്റ് ഈവനിങ്, കഴിഞ്ഞ ഈവനിങ്ങിൽ അവൾ പാർക്കിൽ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഈവനിങ്ങിൽ നീ അവളെ കണ്ടപ്പോൾ അവൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയാം ഷി വാസ് പ്ലേയിങ് ഇൻ ദ പാർക്ക് ലാസ്റ്റ് ഈവനിങ്. അടുത്തത് നമുക്ക് നോക്കാം. They were eating breakfast when we arrived. ഞങ്ങൾ എത്തിയപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ രണ്ട് ആക്ഷൻസ് പറയുന്നുണ്ട്. വി അറൈവ്ഡ്, ഞങ്ങൾ എത്തി. They were eating breakfast, അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. It was snowing yesterday. ഇന്നലെ ക്ലൈമറ്റ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് വാസ് സ്നോയിങ് യെസ്റ്റർഡേ. കുറേ സമയം തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സായിരുന്നു സ്നോയിങ്. സോ നമ്മളത് പാസ്റ്റ് കണ്ടിന്യൂസിലാണ് പറയുന്നത്. ദെൻ ദ ചിൽഡ്രൻ വേർ ഷൗട്ടിങ് വെൻ ദ ടീച്ചർ കെയിം ഇൻ. ടീച്ചർ ക്ലാസ്സിൽ വന്നപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുകയായിരുന്നു? ദേ വേർ ഷൗട്ടിങ്, അല്ലേ? ദ ചിൽഡ്രൻ വേർ ഷൗട്ടിങ് വെൻ ദ ടീച്ചർ കെയിം ഇൻ. ഇതുവരെ നമ്മൾ പറഞ്ഞ 4 ടെൻസുകളും ഒന്നുകൂടെ കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ സിമ്പിൾ പ്രസൻറ്റ്, പതിവുകളെ അല്ലെങ്കിൽ ശീലങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വാക്ക് എവറി മോർണിംഗ്. അടുത്തത് സിമ്പിൾ പാസ്റ്റ്, മുൻപ് ചെയ്ത് കംപ്ലീറ്റ് ആയ ഒരു ആക്ഷനെ കുറിച്ചാണ് പറയുന്നത്. എക്സാമ്പിൾ, ഐ വാക്ക്ഡ് യെസ്റ്റർഡേ, കഴിഞ്ഞു പോയ കാര്യമാണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഇപ്പോൾ ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഐ എം വാക്കിംഗ് റൈറ്റ് നൗ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഐ വാസ് വാക്കിംഗ് ലാസ്റ്റ് ഈവനിങ് വെൻ ഐ ഗോട്ട് എ ഫോൺ കോൾ ഫ്രം യു. അതായത് ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതേസമയം മറ്റൊരു ആക്ഷൻ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സംഭവിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക്
പ്രസൻറ്റിലേക്ക് തിരിച്ചു പോകാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നോക്കുന്നത്. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദി വെർബ്. ഓക്കെ, ഇനി എപ്പോഴാണ് ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നത്? ജീവിച്ചിരിക്കുന്ന ഒരാളുടെ എക്സ്പീരിയൻസ് പറയാനും അതുപോലെ തന്നെ ഒരു ആക്ഷൻ എപ്പോൾ നടന്നു ആ ടൈമിന് ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിലും അതുപോലെ തൊട്ട് മുൻപ് നടന്ന കാര്യങ്ങൾ പറയാനും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ഫോമിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ഫോം എന്തായിരുന്നു? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദി വെർബ്. ഇതിൽ ഹാസ് ഓർ ഹാവ് എന്ന് പറയുന്നത് ഏതാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെ തീരുമാനിക്കാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ, യു, വി, ദേ പ്ലൂറൽ ആണെങ്കിൽ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് സബ്ജക്റ്റിൻ്റെ കൂടെ ഹാവ് എന്നാണ് യൂസ് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് ഏകവചനമാണ് എങ്കിൽ ഹി, ഷീ, ഇറ്റ് എന്നൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് ചേർക്കാം? ഹാസ് ആണ് ചേർക്കേണ്ടത്. ഇനി ജീവിച്ചിരിക്കുന്ന ഒരാളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മരിച്ചു പോയ ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസ് പറയാൻ ഏത് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കുക? യെസ്, ഇത് നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ ഹാവ് വിസിറ്റഡ് ഓസ്ട്രേലിയ 2 times. ഞാൻ 2 പ്രാവശ്യം ഓസ്ട്രേലിയ സന്ദർശിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. നെക്സ്റ്റ് വൺ, ഹി ഹാസ് സീൻ 2 movies this month. അവൻ ഈ മാസം 2 മൂവീസ് കണ്ടിട്ടുണ്ട്. സിനിമ കണ്ടു എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ്, എന്നാൽ കണ്ടത് ഈ മാസമാണ്. ഈ മാസം അതായത് നടന്നുകൊണ്ടേയിരിക്കുന്നു, കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ദിസ് വീക്ക്, ദിസ് മന്ത് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം പീരീഡാണ്. ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു എന്ന് കാണിക്കാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റിന് ശേഷം നമ്മൾ പോകുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ്. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദി വെർബ് എന്നുള്ളതാണ്. ഇവിടെ പാസ്റ്റിൽ 2 ആക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യം നടന്ന ആക്ഷനെയാണ് പാസ്റ്റ് പെർഫെക്റ്റിൽ പറയേണ്ടത്. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് ജസ്റ്റ് സ്റ്റെപ്ഡ് ഔട്ട്സൈഡ് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. ഇവിടെ 2 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ എന്നുള്ളതാണ്. ഐ ഹാഡ് ജസ്റ്റ് സ്റ്റെപ്ഡ് ഔട്ട്. ദെൻ രണ്ടാമത് നടന്ന കാര്യം ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ, മഴ പെയ്യാൻ തുടങ്ങി. ഇതിൽ ഏതാണ് ആദ്യം നടന്നത്? നമുക്കിത് വായിക്കും പറയാം അല്ലേ. ആദ്യം നടന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ പുറത്തിറങ്ങി എന്നുള്ളതാണ്. അതിനുശേഷമാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം നടന്ന കാര്യത്തിനെ പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ രണ്ടാമത് നടന്നിരിക്കുന്ന കാര്യത്തിനെ സിമ്പിൾ പാസ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ഐ ഹാഡ് ജസ്റ്റ് സ്റ്റെപ്ഡ് ഔട്ട്സൈഡ് അല്ലേ. അപ്പോൾ ഹാഡ് ചേർത്തിട്ടുണ്ട്, തേർഡ് ഫോം ഓഫ് ദി വെർബാണ്. അതാണ് ആദ്യം നടന്ന കാര്യം. ഓക്കെ, രണ്ടാമത് നടന്ന കാര്യം എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. സ്റ്റാർട്ടഡ് എന്നുള്ളത് നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ഫോമാണ്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഷീ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹെർ എക്സാം വെൻ ദ ടൈമർ വെൻറ്റ് ഓഫ്. അവൾ എക്സാം ഫിനിഷ് ചെയ്തപ്പോൾ തന്നെ ടൈമർ ഓഫായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവൾ എക്സാം ഫിനിഷ് ചെയ്തിട്ടാണ് ടൈമർ ഓഫായത്. അപ്പോൾ എക്സാം ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് ആദ്യം നടന്ന കാര്യം. അതുകൊണ്ടാണ് അത് പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഷീ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ്. ഓക്കെ, ഹാഡ് ഫിനിഷ്ഡ് ആണ് വന്നിട്ടുള്ളത്. ദെൻ രണ്ടാമത് നടന്ന കാര്യമാണ് ടൈമർ ഓഫായത്. അതുകൊണ്ട് ടൈമർ വെൻറ്റ് ഓഫ് സിമ്പിൾ പാസ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. One more example. The girl looked very familiar. I had seen her somewhere before. ആ പെൺകുട്ടിയെ നല്ല പരിചയം തോന്നുന്നു, ഞാൻ അവളെ മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവളെ മുൻപ് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം നടന്നത്. സോ ഐ ഹാഡ് സീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് നമ്മൾ പ്രസൻറ്റിലേക്ക് തിരിച്ചു പോകുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് നോക്കുന്നത്. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING ഫോമിലുള്ള വെർബ്. പാസ്റ്റിൽ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ബീൻ വാക്കിംഗ് ഫോർ 3 hours. ഞാൻ 3 മണിക്കൂറായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 മണിക്കൂർ മുൻപേ നടക്കാൻ തുടങ്ങി, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം.
മറ്റൊരു എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ടു സീ യു ഫോർ 3 hours. 3 മണിക്കൂറായി ഞാൻ നിന്നെ കാണാൻ കാത്തു നിൽക്കുകയാണ്. കാത്തു നിൽക്കാൻ തുടങ്ങിയത് 3 മണിക്കൂർ മുൻപെയാണ്, ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. One more example, they have been working here for 5 hours. 5 മണിക്കൂറായി അവരിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബ് ഇൻ ദ ING ഫോം. ഇനി എപ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്? കംപ്ലീറ്റ് ആയ ഒരു ആക്ഷൻ പാസ്റ്റിൽ നടന്നു, എന്നാൽ അതിന് തൊട്ട് മുൻപ് കണ്ടിന്യൂസ് ആയി മറ്റൊരു ആക്ഷൻ നടന്നുകൊണ്ടിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റിലെ പോലെ തന്നെ 2 ആക്ഷൻസ് നടന്നതിനെക്കുറിച്ചാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഒരു ആക്ഷൻ നടക്കുമ്പോൾ മറ്റൊരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരുന്നതും പൂർത്തിയായതുമായ ഒരു ആക്ഷൻ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയുന്നു. അതിനുശേഷം നടന്ന മറ്റൊരു ആക്ഷൻ അത് സിമ്പിൾ പാസ്റ്റിലാണ് പറയേണ്ടത്. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. എക്സാമ്പിൾ, I had been walking when the guests arrived. ഓക്കെ, അതിഥികൾ വന്നു എന്നുള്ളത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷൻ. ആ ആക്ഷൻ പാസ്റ്റിൽ നടന്നതാണ്, എന്നാൽ അതിന് തൊട്ട് മുൻപ് മറ്റൊരു ആക്ഷൻ നടന്നുകൊണ്ടിരുന്നു. എന്തായിരുന്നു? I had been walking. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ദ ഗ്രൗണ്ട് വാസ് വെറ്റ് ബിക്കോസ് ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ്. ഗ്രൗണ്ട് നനഞ്ഞിട്ടുണ്ട്, കാരണം മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മഴ പെയ്തത് കൊണ്ടാണല്ലോ ഗ്രൗണ്ട് നനഞ്ഞിട്ടുള്ളത്. ആദ്യം സംഭവിച്ചത് തീർച്ചയായും എന്താണ്? ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. ദ ഗ്രൗണ്ട് വാസ് വെറ്റ്, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഫോർ 2 hours വെൻ മൈ മോം കെയിം ഹോം. എൻ്റെ അമ്മ വീട്ടിലെത്തിയപ്പോൾ ഞാൻ 2 മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹാഡ് ബീൻ സ്റ്റഡിയിങ്, 2 മണിക്കൂറുകളായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് അമ്മ വന്നത്. അപ്പോൾ മോം കെയിം സിമ്പിൾ പാസ്റ്റിൽ പറയുന്നു. ഇനി ഇവിടെ നമ്മൾ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം. ഏകദേശം രണ്ടും ഒരു സിമിലർ ആയിട്ട് തോന്നുന്നുണ്ടാവും നമുക്കല്ലേ. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുണ്ട്. പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? പാസ്റ്റിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അത് പൂർത്തിയായിട്ടില്ല, അതേസമയം മറ്റൊരു കാര്യം സംഭവിച്ചു. എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയുന്നത് എന്താണ്? പാസ്റ്റിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ മറ്റൊരു കാര്യം സംഭവിച്ചു എന്ന് പറയാനാണ്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ പറഞ്ഞ 4 ടെൻസുകളും ഓരോന്നും എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ആദ്യത്തേത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഐ ഹാവ് വാഷ്ഡ് ദ ക്ലോത്ത്സ്. ഞാൻ വസ്ത്രങ്ങൾ കഴുകിയിട്ടുണ്ട്. എപ്പോൾ എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇനി അടുത്ത് പാസ്റ്റ് പെർഫെക്റ്റ്. വെൻ ഐ ലെഫ്റ്റ് ഫോർ വർക്ക് ഐ ഹാഡ് വാഷ്ഡ് ദ ക്ലോത്ത്സ്. പാസ്റ്റിൽ കംപ്ലീറ്റ് ആയ 2 ആക്ഷൻസ് ആണ്. 1 ജോലിക്ക് പോയി, 2 വസ്ത്രങ്ങൾ കഴുകി. ഇതിലാദ്യം നടന്നത് വസ്ത്രങ്ങൾ കഴുകി എന്നതാണ്, അതുകൊണ്ടത് പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞു. രണ്ടാമത് നടന്നത് ഐ ലെഫ്റ്റ് ഫോർ വർക്ക് എന്നുള്ളതാണ്, അത് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞു. ഓരോ എക്സാമ്പിൾ കൂടെ നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ളൊരു സെൻറ്റൻസ് ആണ് ഐ ഹാവ് വാക്ക്ഡ് റീസെൻ്റ്ലി. ഞാൻ ഇപ്പം തന്നെ നടന്നിട്ടുണ്ട്. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലോ ഐ ഹാഡ് വാക്ക്ഡ് ബിഫോർ സ്ലെപ്റ്റ്. 2 ആക്ഷൻസ് നടന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഉറങ്ങി എന്നുള്ളത് ഒരു ആക്ഷനാണ്, ദെൻ നടന്നിട്ടുണ്ട്. ഏതാണ് ആദ്യം നടന്നത്? വാക്ക്ഡ്. അപ്പോൾ ഐ ഹാഡ് വാക്ക്ഡ്, അത് പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞിരിക്കുന്നു, ആദ്യം നടന്ന കാര്യം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു, ബിഫോർ സ്ലെപ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഒരു എക്സാമ്പിൾ പറയാം. ഐ ഹാവ് ബീൻ വാക്കിംഗ് ഫോർ 3 hours. ഞാൻ 3 മണിക്കൂറായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റിൽ തുടങ്ങിയതാണ്, അതായത് മുൻപേ തുടങ്ങിയതാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലൊരു എക്സാമ്പിൾ. ഐ ഹാഡ് ബീൻ വാക്കിംഗ് വെൻ ദ ഗസ്റ്റ് അറൈവ്ഡ്. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഗസ്റ്റ് വന്നത്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള ആ ഒരു പ്രവൃത്തി ഗസ്റ്റ് വന്നപ്പോൾ പൂർത്തിയായി, അത് അവിടെ ഒരു ബ്രേക്ക് വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്.
ഓരോ എക്സാമ്പിൾ കൂടെ നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഐ ഹാവ് ബീൻ വാഷിംഗ് ദ ക്ലോത്ത്സ് ഫോർ ഹാഫ് ആൻ അവർ. അരമണിക്കൂറായി ഞാൻ വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും അത് തുടരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. വെൻ ദ ഫോൺ റാങ് ഐ ഹാഡ് ബീൻ വാഷിംഗ് ദ ക്ലോത്ത്സ് ഫോർ ഹാഫ് ആൻ അവർ. ഫോൺ ബെല്ലടിക്കുമ്പോൾ ഞാൻ അരമണിക്കൂറായി വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വസ്ത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് അവിടെ പൂർത്തിയായി. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. ഇവിടെ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ടെൻസസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൽ 4 എണ്ണം വീതം നമ്മൾ കമ്പയർ ചെയ്താണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിലേക്ക് പോകാം. ഇനി ടെൻസസ് അപ്പൂപ്പൻ്റെ 3ാമത്തെ മകനാണ് ഫ്യൂച്ചർ ടെൻസ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിൽ ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. ആദ്യത്തെ ആളാണ് സിമ്പിൾ ഫ്യൂച്ചർ. ഇനി സിമ്പിൾ ഫ്യൂച്ചർ 3 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. 1 വിൽ ഉപയോഗിച്ചിട്ട്, 2 ഗോയിങ് ടു എന്നുള്ളൊരു കാര്യം ഉപയോഗിച്ചിട്ട്, പിന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസിലും സിമ്പിൾ ഫ്യൂച്ചർ പറയാം. ആദ്യം നമുക്ക് വിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് സിമ്പിൾ ഫ്യൂച്ചർ പറയുന്നത് എന്ന് നോക്കാം. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ് എന്നുള്ളതാണ്. എക്സാമ്പിൾ പറയാം. ഐ വിൽ കം ബാക്ക്. ഞാൻ തിരിച്ചു വരും. വിൽ കം. ഓക്കെ, അപ്പോൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോം കം എന്നുള്ളതാണ്. ദെൻ വിൽ ചേർത്തിട്ടുണ്ട് സബ്ജക്റ്റിൻ്റെ കൂടെ. ഓക്കെ, ദെൻ അടുത്തത് ഐ വിൽ റൈറ്റ് എ സ്റ്റോറി. ഞാൻ ഒരു സ്റ്റോറി എഴുതും അല്ലേ. വിൽ റൈറ്റ് എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഐ വിൽ ഡു ഇറ്റ്. ഞാനിത് ചെയ്യും. ഇനി ഒരു പ്രോമിസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഓഫർ കൊടുക്കാനോ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഐ വിൽ ഹെൽപ്പ് യു. ഒരു ഓഫറാണല്ലേ, നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു ഓഫറാണ് ഐ വിൽ ഹെൽപ്പ് യു. ദെൻ ഐ വിൽ കോൾ യു ടുമാറോ. ഞാൻ നാളെ നിന്നെ വിളിക്കാം. ഒരു പ്രോമിസാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ ഉപയോഗിച്ചത് സിമ്പിൾ ഫ്യൂച്ചറാണ്. നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഗോയിങ് ടു ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫോം എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ഗോയിങ് ടു പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഫോർ എക്സാമ്പിൾ ഐ എം ഗോയിങ് ടു ബൈ എ ന്യൂ ഹൗസ്. ഞാനൊരു പുതിയ വീട് വാങ്ങാൻ പോകുന്നു. ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ ഐ തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. മഴ പെയ്യാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. വൺ മോർ എക്സാമ്പിൾ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ഡയറ്റ്. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം ഫിക്സഡ് ആണെങ്കിൽ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ വി ആർ ഫ്ലൈയിങ് ടു മുംബൈ ഓൺ നെക്സ്റ്റ് മൺഡേ. നെക്സ്റ്റ് മൺഡേ മുംബൈക്ക് പോകും. അത് തീരുമാനിച്ച കാര്യമാണ്. അതുകൊണ്ട് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാം. ഇനി ഒന്നുകൂടെ സിമ്പിൾ ഫ്യൂച്ചർ നോക്കാം. പ്രോമിസ് അല്ലെങ്കിൽ ഡെസിഷൻ, ഓഫർ ഇതൊക്കെ പറയാൻ വേണ്ടി വിൽ ഉപയോഗിച്ച് പറയാം. പ്ലാൻ ആണ് എങ്കിൽ, അത്ര ഉറപ്പില്ലാത്തൊരു പ്ലാൻ ആണെങ്കിൽ ഗോയിങ് ടു ഉപയോഗിച്ച് പറയാം. ഫിക്സഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഉറപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചും പറയാം. അടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് ING ഫോമിലുള്ള വെർബ്. ഭാവിയിൽ നടന്നുകൊണ്ടിരിക്കാവുന്ന കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ടുമാറോ ദിസ് ടൈം ഐ വിൽ ബി റൈറ്റിംഗ് ആൻ എക്സാം. നാളെ ഈ സമയത്ത് ഞാൻ ഒരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. Okay, then another example, I will be working from 9 AM to 5 PM tomorrow. നാളെ 9 AM മുതൽ 5 PM വരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി ബാക്കിയുള്ള 2 എണ്ണം ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഈ 2 ടെൻസുകളും അധികമായിട്ട് ഉപയോഗിച്ച് കാണാറില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വറീഡ് ആകേണ്ട കാര്യമില്ല. എങ്കിലും ആദ്യം നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റിനെ ഒന്ന് നോക്കാം. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3, അതായത് വെർബിൻ്റെ തേർഡ് ഫോം. ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ആകാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബൈ ദി ടൈം യു റീഡ് ദിസ് ഐ വിൽ ഹാവ് ലെഫ്റ്റ്. നിങ്ങളിത് വായിക്കുമ്പോഴേക്കും ഞാൻ പോയി കഴിഞ്ഞിരിക്കും. അപ്പം നിങ്ങളിത് വായിച്ച് കഴിയുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ വായിച്ച് കഴിയുന്നത് ഭാവിയിലാണ്. അപ്പോഴേക്കും ഞാൻ പോയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ
ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ് ബൈ ഫ്രൈഡേ ആകുമ്പോഴേക്കും ഞാൻ ഈ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഫ്യൂച്ചറിൽ ഒരു സമയത്ത് കംപ്ലീറ്റഡ് ആയേക്കാവുന്ന കാര്യങ്ങളാണ്. ഓരോന്നിലും ഓരോ ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. നിങ്ങൾ ഇത് വായിച്ച് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോടെ എന്നിങ്ങനെയൊക്കെ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അടുത്തത് ലാസ്റ്റ് വൺ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് ing ഫോമിലുള്ള വെർബ്. ഇനി എന്തിനാണ് ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നത്? ഓൺഗോയിങ് ആക്ഷൻസ് ഇൻ ദ ഫ്യൂച്ചർ വിത്ത് ഡ്യൂറേഷൻ. ഫ്യൂച്ചറിൽ ഒരു ടൈം പീരിയഡിൽ ഈ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കാം എന്ന് പറയാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഹാവ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ മൈ എക്സാം ഫോർ ദ നെക്സ്റ്റ് 5 days. അടുത്ത 5 ദിവസം ഞാൻ എൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇത്ര സമയത്ത് ഇന്ന കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാനാണ് ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 12 ടെൻസുകളും നമ്മൾ നോക്കി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്തൊന്ന് കാണുക. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്.